സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ. പ്രതിഷേധക്കാരെ കൊല്ലാൻ ഉത്തരവിടുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഹസീന മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം നടത്തിയെന്നും കോടതി വിലയിരുത്തി. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നടന്ന പോലീസ് നടപടി സംബന്ധിച്ച കേസിൽ ഹസീനയുടെ അഭാവത്തിൽ മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് കോടതി വിധി പറഞ്ഞത്. 2024 ഓഗസ്റ്റ് 5 അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് 78-കാരിയായ ഷെയ്ഖ് ഹസീന. കഴിഞ്ഞ വർഷമുണ്ടായ ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന പേരിലാണ് ഷെയ്ഖ് ഹസീന വിചാരണ നേരിട്ടത്. ഹസീനയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദുസ്സമാൻ ഖാൻ കമാൽ, അന്നത്തെ IG ചൗധരി അബ്ദുള്ള അൽ മാമുൻ എന്നിവരുടെ പേരിലും കുറ്റം ചുമത്തിയിട്ടുണ്ട്. കൊലപാതകം, കൊലയ്ക്കുള്ള ശ്രമം, പീഡനം, മനുഷ്യത്വമില്ലാത്ത മറ്റു പ്രവർത്തികൾ എന്നിവയ്ക്കാണ് ഹസീനയുടെ പേരിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്നാൽ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണ് എന്ന് കണ്ടെത്തിയ മുൻ പോലീസ് മേധാവി ചൗധരി അബ്ദുള്ള അൽ മാമുന് 5 വർഷത്തെ തടവ് ശിക്ഷയാണ് ലഭിച്ചത്. കാരണം ഹസീനയ്ക്കെതിരായ പ്രധാന സാക്ഷിയായ ചൗധരി കോടതിക്ക് മുൻപിൽ മാപ്പ് പറയുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിനിടെ ഷെയ്ഖ് ഹസീന ഗുരുതര കുറ്റകൃത്യം നടത്തിയതായി അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ നേരത്തെ വിധിച്ചിരുന്നു. ഈ വർഷം ഓഗസ്റ്റ് 3 ഹസീനയെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രിബ്യൂണൽ അനുമതി നൽകിയത്. അധികാരം ഉപയോഗിച്ച് ഹസീന മാനവരാശിക്കെതിരായ ആക്രമണം നടത്തിയെന്നാണ് ട്രിബ്യൂണൽ കണ്ടെത്തിയത്. വിദ്യാർത്ഥികൾക്കെതിരായ വെടിവെപ്പിനെ കുറിച്ച് ഹസീനയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തൽ നടത്തി തുടങ്ങിയതിന് തെളിവുണ്ട് എന്നും കോടതി പറഞ്ഞു. 2024 ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ നീണ്ട പ്രക്ഷോഭത്തിൽ 1400ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് UN-ന്റെ കണക്ക്. ഹസീനയ്ക്കെതിരെ 5 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കൊലപാതകം, കൊലപാതക ശ്രമം, നിരായുധരായ വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ പീഡനം, മാരക ബലപ്രയോഗം, മാരകായുധങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവ വിന്യസിക്കാൻ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ, രംഗ്പൂരിലും ധാക്കയിലും നടന്ന ചില കൊലപാതകങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വിധി വരുന്നതിന് തൊട്ടു മുൻപായി താൻ നിരപരാധിയാണ് എന്നും അവാമി ലീഗിനെ തളർത്താൻ കഴിയില്ല എന്നും സൂചിപ്പിക്കുന്ന വീഡിയോ സന്ദേശം ഹസീന അനുയായികൾക്കായി പുറത്തുവിട്ടിരുന്നു. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനിസ് അവാമി ലീഗിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് എന്നും എന്നാൽ അതത്ര എളുപ്പമല്ല എന്നും അവർ വീഡിയോ സന്ദേശത്തിൽ ഉറപ്പിച്ചു പറയുകയും ചെയ്തു. 2024 ജൂലൈയിലുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് ഓഗസ്റ്റ് 5 രാജിവെച്ച് നാടുവിട്ട ഹസീന അന്നു മുതൽ ഇന്ത്യയിലാണ് കഴിയുന്നത്. ഹസീന എവിടെയായാലും ശിക്ഷ നടപ്പാക്കുമെന്ന് ബംഗ്ലാദേശ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹസീനയെ കൈമാറണമെന്ന് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇന്ത്യ ഇതുവരെ അതിന് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. വിധിക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടെ ധാക്കയിലെ വീടിന് മുന്നിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹസീനയുടെ വീടിന് മുന്നിൽ ബുൾഡോസറുകളും നിർത്തിയിട്ടിരിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്.